മുസ്ലിങ്ങളെ സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ച സ്വഭാവം അൽ അഫൂ, വിട്ടുവീഴ്ചയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്? മഹാനുഭാവൻ പള്ളിയിലേക്ക് വന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വന്നാണ്. വീട്ടിൽ നിന്ന് വന്നാണ്. സുബിയാൻ കൊടുത്തില്ല, കുറച്ച് മുമ്പാ. അപ്പൊ രണ്ട് മുത്തഅല്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടായിട്ട് ഒരാൾ മറ്റൊരാളോട് ഇനി എന്നെ രാവിലെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കിടന്ന രണ്ടാൾ രണ്ട് ഭാഗത്ത് കിടന്നിട്ടുണ്ട്. ഓലെന്തോ തർക്കം കൂടിയതാണ്. അഹ്മദ് കബീർ ഫറൂഖിന്റെ ശിഷ്യന്മാരാണ്. ഈ തർക്കം കൂടിയിട്ട് രാവിലെ എഴുന്നേക്കുമ്പോഴേക്ക് രണ്ട് കൊടുക്കണം എന്നുള്ള നിയ്യത്തിലാണ് ഓരോരുത്തരും കിടന്നത്. അങ്ങനെ ഒരാൾ എണീറ്റ് നോക്കുമ്പോൾ രൂപം ഇങ്ങനെ വരുന്നു, ഇതായിരിക്കും മറ്റാളെന്ന് കരുതിയിട്ട് നല്ലോണം കൂടെ തല്ലിയിട്ട് തിരിച്ചു തല്ലണമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് ഇങ്ങനല്ലല്ലോ? ഇന്നലെ രാത്രി എന്തൊരു ഉശിരുണ്ടായിരുന്നു, പറയുമ്പോഴൊക്കെ എന്ത് ഊക്കേണ്ടത് ചങ്കുറ്റ്, എന്താ തിരിച്ചു തല്ലാത്ത? ഏതായാലും നല്ലോണം കൊടുത്ത് ഓനെ അടിക്കാൻ കഴിയാത്തോണ്ടായിരിക്കും, ചിലപ്പോ തിരിച്ചെന്തോ തല്ലാൻ കഴിയാത്തോണ്ടായിരിക്കും എന്നുള്ള സമാധാനത്തിൽ നിന്നു. കുറച്ചു കഴിഞ്ഞ് വെളിച്ചം വന്നപ്പോഴല്ലേ മനസ്സിലായത്, അതാ നേരത്തെ അടിക്കാൻ ഉദ്ദേശിച്ച സഹോദരൻ സുഹൃത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് എണീറ്റ് വരുന്നു. അപ്പൊ പിന്നെ പള്ളിയുടെ ഉള്ളിൽ പോയി നോക്കും, ഞാൻ തല്ലിയത് ആരെയാണ്? സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉസ്താദിനെയാണ്. പോതിരെ തല്ലിയത് ഉസ്താദിനെയാണ്. ആ ഉസ്താദുമാരുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ സ്വഭാവം പഠിക്കണം. ശിഷ്യന്മാരോട് ഇത്ര വിട്ടുവീഴ്ച ചെയ്ത മഹാനുഭാവനെ കാണാൻ പറ്റുമോ? സുൽത്താനുൽ ആരിഫീൻ എന്ന നാമം ഔലിയാക്കൾ വെറുതെ വിളിച്ചതല്ല, ആത്മജ്ഞാനികളുടെ ചക്രവർത്തി എന്ന് വെറുതെ വിളിച്ചതല്ല. അവരെ കൽബിന്റെ വിട്ടുവീഴ്ചയും കൽബിന്റെ മയവും മനസ്സിലാക്കണം. കട്ടിയുള്ള കൽബൊന്ന് കുറക്കണം സഹോദരങ്ങളെ. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുയാണ് ഞാൻ തല്ലിയത് എന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ പള്ളിയുടെ പുറത്തുനിന്ന് വല്ലാതെ വെപ്രാളപ്പെടുന്നു. കാരണം എതിരാളിയായി കിടക്കുന്ന സഹോദരൻ മുത്തഅല്ലിമി എഴുന്നേറ്റ് വരുന്നതാ കാണുന്നത്. ഒരടിയും അയാളെ അടിച്ചിട്ടില്ല. ഉള്ളിൽ പോയി നോക്കുമ്പോ നിസ്കരിക്കുന്നത് ആരാണ്? ഉസ്താദാണ്. സലാം വീട്ടിയ ഉടനെ ഉസ്താദിന്റെ കൈ പോയി പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ മാപ്പാക്കണേ, ആള് മാറിപ്പോയതാണ്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറയുന്നത്, മോനെ നീ എന്നെ ഓരോ തല്ലുന്ന നേരത്തും ഞാൻ നിനക്ക് മഗ്ഫിറത്തിന് ദുആർക്കായിരുന്നു. അല്ലാ പുറത്തു കൊടുക്കുക, അല്ലാ മാപ്പ് കൊടുക്കുക, അല്ലാ. അറിയാതെയാണ് എന്റെ ശിഷ്യൻ എന്നെ അടിക്കുന്നത്. എന്നെ ഒന്ന് കണ്ടാൽ നല്ലോണം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ശിഷ്യനാണ്. ഇപ്പൊ ഈ അടിക്കുന്നതും ഈ ചെയ്യുന്നതും പറയുന്നതൊക്കെ ഞാനല്ല അതിന്റെ ആള്. അതുകൊണ്ട് എന്റെ ശിഷ്യനൊരു കേടും കൊടുക്കല്ലേ, പുറത്തു കൊടുക്കുക അല്ലാ. ഓരോ തല്ലി നീ എന്നെ തല്ലുമ്പോഴും നിനക്ക് മാപ്പിന് വേണ്ടി ഞാൻ അല്ലാഹുവോട് ദ്വാരന്നിട്ടുണ്ട് മോനെ. അതുകൊണ്ട് വിഷമം വേണ്ട, സങ്കടം വേണ്ട, ഞാനത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. നിന്റെ കൂട്ടുകാരനെ വിളിക്കൂ, നിങ്ങൾ തമ്മിൽ എന്തിനാണ് വഴക്കിട്ടത്? അവരെ പിടിച്ച് മസ്ലഹത്താക്കുന്നു. ഞാൻ മറ്റാള് പറഞ്ഞു, നിന്റെ കാരണം കൊണ്ട് എനിക്ക് അടികൊണ്ട് നിനക്കാണ് അടിയൊക്കെ തരണ്ടേന്ന് പറഞ്ഞു. നമ്മള് പറയില്ല ചിലപ്പോ അങ്ങനെ, പലിശ അടക്കം എനിക്ക് തരുന്നു, നിനക്കാണ് തരേണ്ടതെന്ന് പറഞ്ഞു. ഒക്കെ കിട്ടേണ്ടത് നിനക്കാണ്, നിന്റെ കാരണം കൊണ്ട് എന്നെ പുതിരത്തല്ലി എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. എന്താണ് അവരെ തെളിച്ചുള്ള കൽബ്? വേറെ ഔലിയാക്കളായത് നിങ്ങൾ വിചാരിച്ച വെറുതെ 40,000 ദിക്റിലിപ്പുണ്ടായതാണ്? മനസ്സിന്റെ ക്ലിയറാണത്, മനസ്സിന്റെ തെളിമയാണത്. ഈ കട്ടിയുള്ള മനസ്സങ്ങ് മാറുമ്പോഴല്ലേ മനുഷ്യൻ മനുഷ്യനാകുന്നത്. അപ്പോഴല്ലേ സഹോദരങ്ങളെ നമ്മളും മറ്റുള്ളവരും തമ്മിൽ അന്തരം ഉണ്ടാകുന്നത്. അല്ലാതെങ്ങനെ? മുമ്പ് കാലത്ത് ഒരു ഉസ്താദ് ഒരു ശിഷ്യനെ പരീക്ഷിച്ചില്ലേ? ആ ശിഷ്യൻ ഉസ്താദിന്റെ അടുത്ത് കുറെ കാലം ഖിദ്മത്തിലായിക്കൂടി. ഉസ്താദുമാർക്ക് ഖിദ്മത്തിറക്കുന്ന ശിഷ്യന്മാരൊക്കെ ആഖിറം കൊണ്ട് നല്ല ഉദ്ദേശം വെക്കണം, എന്നാൽ നല്ല ഉയർച്ച കിട്ടും, നല്ല റിഫത്ത് കിട്ടും. പഴയ കാലത്ത് ഉസ്താദുമാര് ഭക്ഷണം കഴിച്ചതില് അനുഭവം പറഞ്ഞവർ പലരുണ്ട് എന്നോടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചാല് മുത്തഅല്ലിമീങ്ങൾ പ്ലേറ്റിലുള്ള ഭക്ഷണത്തിലേക്കാർക്ക് ഒരു പക്ഷേ പോവുക. എന്നാ പഴയ കാലത്തുള്ള അങ്ങനല്ല. ആ ഉസ്താദ് അവിടെ വെച്ച എല്ലുണ്ടാവും,
ആ എല്ല് ഉസ്താദിന്റെ നാവിൽ ഇൽമു ഇതുവരെ പറഞ്ഞ നാവിലല്ലേ ആ എല്ലൊന്ന് സ്പർശിച്ചത്. ആ എല്ലെടുത്ത് ഒന്നുകൂടി ഒന്ന് കടിക്കും. എന്തിന്? എല്ലിന്റെ ഉള്ളിൽ ഒന്നും കിട്ടാനില്ല. പക്ഷേ ഉസ്താദിന്റെ നാവ് സ്പർശിച്ച എല്ലാണല്ലോ അത്. ആ ഒരു ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഇൽമു തരാൻ വേണ്ടി അവര് ഭക്ഷണം കഴിച്ചു വെച്ച ആ പാത്രത്തിൽ തന്നെ അത് കഴുകാതെ അത് ശരിക്കും വടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും. കണ്ടാ കേകിയ മോഡൽ ഉണ്ടാകും. അതിൽ തന്നെ കുറച്ചുകൂടി ഭക്ഷണം ഇട്ടിട്ട് ഭക്ഷണം കഴിക്കും. അവരെ പിടുത്തം എവിടെയാണോ പറ്റിയത് അവിടുന്ന് കുറച്ച് ഭക്ഷണം എടുക്കും. അങ്ങനെ വേണ്ടത്. ഇപ്പൊ പിന്നെ അപ്പുറത്തെ തട്ടിയിലും മറ്റേ തട്ടിയിലും എന്താ ഉള്ളത്? അതിങ്ങോട്ട് പോരട്ടെ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒഴിവാക്കി. അപ്പൊ പിന്നെ തട്ടിയുള്ളതിന്റെ വർക്കത്ത് മാത്രമായി, മറ്റേ വർക്കത്ത് യഥാർത്ഥ വർക്കത്ത് കിട്ടാതായി. ഇങ്ങനെ സംഭവം എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പൊരാളിനോട് പറഞ്ഞു, ഉസ്താദെ എനിക്കൊക്കെ അള്ളാഹു ഇൽമൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്ന്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? എൻ്റെ ഉസ്താദ് എപ്പോഴും ഒരു മുള്ളോ ഒരു എല്ലോട് കടിച്ചിട്ടാല് ഈ കുട്ടികളൊക്കെ തട്ടിനോടുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചൊന്നുണ്ടാവും. എന്നാൽ അവരൊക്കെ വർക്കത്തിന് തന്നെ പോലും പോകുന്നു. പക്ഷെ എനിക്ക് ആ വർക്കത്ത് വേണ്ട ഇതാണ്. എന്നിട്ട് ആ ഉസ്താദ് പറയുന്ന ശിഷ്യന്മാരോട്, നിങ്ങളൊക്കെ എൻ്റെ ഭക്ഷണത്തിന്റെ വർക്കത്തിന് ഓടിയിട്ടുണ്ടെങ്കിലും കിട്ടിയത് ഇയാൾക്കാണ്. അതെന്താ കാരണം? മൂപ്പര് തട്ടിന്റെ ഉള്ളിലല്ല പോയത്, പുറത്ത് അവിടെ പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമല്ലോ. ഉസ്താദ് ഒന്ന് കടിച്ചു വെച്ചത്, ഒന്ന് പതുക്കെ ഒന്ന് നുള്ളി വെച്ചത്, അതിന്റെ ബാക്കി കിട്ടാനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാത്രം കൊണ്ടുവന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കറക്കി നോക്കുന്നു കാണാം ഹദീസിൽ. എവിടെയാണ് ചുണ്ടിന്റെ നനവ് വീണത് എന്നറിയാൻ. ആ നനവ് കൊണ്ട് കണ്ട അവിടെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കുന്ന ഹദീസിലുള്ളത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇത് നമുക്കൊക്കെ ഒരു പരിഷ്കാരമായി മാറിയില്ലേ? ചിലർക്കൊക്കെ ഒരു അസ്പൃശ്യതായി മാറി. ബാപ്പ കഴിച്ച കുറച്ച് ബാക്കിയുണ്ട് മോനെ, അതിൽ കൂട്ടി ചോററ്റ്. ബാപ്പ കഴിച്ച ബാക്കിയില്ലോ? ബാപ്പ നല്ലോണം കൈ കഴുകിയതാണ്. ബാപ്പ ആ കൈയിന് ഇശാന്റെ ശേഷം ഒരുപാട് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി മാല മറിച്ച കൈയാണ്. കുറെ ഖുർആനൊക്കെ ഓതിയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹലാലായ തൊഴിലെടുത്തിട്ട് നല്ല കൂലി വാങ്ങിയ കൈയാണ്. കൈകി വൃത്തിയാക്കി ആ കൈയിൽ കുറച്ച് ചോറ് വെച്ചു. ബാപ്പ കുഴച്ചിട്ടിട്ടൊന്നുമില്ല, കുറച്ച് ബാക്കി അതിനങ്ങോട്ട്. അതിന് എനിക്ക് വേണം വേണ്ട. അതെന്നെ വർക്കത്തില്ലാത്തത്, അതെന്നെ രോഗം മാറാത്തത്, അതെന്നെ ഒന്നും മാറാത്തത്. അത് വിട്ടുപോയി. പഴയ കാലത്തെ സിസ്റ്റം അങ്ങനെയല്ല. പഴയ കാലത്ത് അതിന് മതി, വേറൊന്നും വേണ്ട, അങ്ങനെ ആയിരുന്നില്ലേ? അപ്പൊ നോക്ക്, നിങ്ങൾ മാറ്റും. ആ മാറ്റത്തിനനുസരിച്ച് നമുക്കുള്ളിലും മാറ്റം ഉണ്ടാകും. അങ്ങനല്ലേ? അത് സ്വാഭാവികമാണ്. നമ്മളെന്നല്ലേ ഉത്തരവാദി, പുറത്താരുള്ളവരല്ലോ. പറഞ്ഞു വന്നത്, ആ ഉസ്താദ് ശിഷ്യനെ പരീക്ഷിക്കുന്നു. ഉസ്താദിന്റെ അടുത്ത് ഖിദ്മത്തെടുക്കുന്ന ഈ ശിഷ്യൻ കേൾക്കുന്നു. ഇടക്കിടക്ക് പല നാട്ടിൽ നിന്ന് ഉസ്താദുമാർ വരുമ്പോ ശിഷ്യനോട് പറയും, മോനെ നിന്റെ ഉസ്താദിനെ വിട്ടുപോകരുത്. ഉസ്താദിന്റെ അടുക്കൽ ഇസ്മുല്ലാലമുണ്ട്. നിന്റെ ഉസ്താദിന്റെ ഇസ്മുല്ലാലമുണ്ട്. നല്ല മരുന്നല്ലേ? ഇസ്മുല്ലാലം കൊണ്ടങ്ങ് ദ്വാരുന്നാൽ ഉത്തരം കിട്ടുന്ന ഉറപ്പല്ലേ? തർക്കണ്ടോ? തർക്കല്ല ആ വിഷയത്തില്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, ആ സംഭവം നമ്മൾ സൂറത്തുൻ നംൽ പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യൻ ദുആ ചെയ്തത് എന്തുകൊണ്ടാ? ഇസ്മുല്ലാദം കൊണ്ടാണ് ദുആ ചെയ്തത്. അതുകൊണ്ടാണ് എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഭദ്രമായി സുരക്ഷിതമാക്കി വെച്ച ഏറ്റവും നല്ല സ്വർണവും മുത്തും വെള്ളിയും ഒക്കെ കൊത്തിപ്പിടിപ്പിച്ച ആ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ സിംഹാസനം അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ആരാ പൂട്ട് തുറന്നത്? ഇസ്മുല്ലാലമാ തുറന്നത്. ആരാ അവിടെ വേഗത കൂട്ടിയത്? ഇസ്മുല്ലാലമാ. ആരാ അത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചത്? ഇസ്മുല്ലാലമാണ്. എത്ര പെട്ടെന്ന്? ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക്, കണ്ണൊന്ന് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ്. എത്രയാ സഹോദരങ്ങൾ അതിന്റെ വേഗത? എത്ര പെട്ടെന്ന് എത്തിയത്? ഈ ഇസ്മുല്ലാലം നിന്റെ ഉസ്താദിന്റെ അടുത്തുണ്ട് മോനെ, ഉസ്താദിനെ വിടണ്ട. ശിഷ്യൻ വിടാൻ തീരുമാനിച്ചില്ല ഉസ്താദത്തിന്റെ കൂടി. പക്ഷെ ആളുകൾ ഉസ്താദ്മാരൊക്കെ വന്നത് പറഞ്ഞു പോകുമ്പോൾ കുട്ടിക്കൊരു മോഹം ഉണ്ടാകുമല്ലോ. ഈ ശിഷ്യൻ പതുക്കെ പോയിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കുറെ ആയാലും ഖിദ്മത്ത് എടുക്കുന്നത്, നിങ്ങളെടുത്ത് ഇസ്മുല്ലാലം ഉണ്ട്. നീ വന്നു പോയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ഇസ്മുല്ലാലം ഉണ്ട്, ഇസ്മുല്ലാലം ഉണ്ട്. എന്നിട്ട് എന്താ എനിക്ക് തരാത്തത്? മോനെ ടൈമാകട്ടെ തരാ, സമയാകട്ടെ അപ്പൊ തരാ. നീ അതിനൊരു പക്വമതിയാകുമ്പോ നിനക്കങ്ങ് തരും. ക്ഷമിക്കണ്ട, സുബുറൈ ക്ഷമിക്ക്. കുട്ടി പിന്നെയും ഉസ്താദിനെ തന്നെ ഓതി ഖിദ്മത്തെടുത്ത് അവിടെ ഇങ്ങനെ കൂടാൻ. പിന്നെയും വലിയ വലിയ ആലിമീങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ കുട്ടീന്റെ താല്പര്യം വർദ്ധിക്കാം. നിരന്തര ചോദ്യം വന്നപ്പോ കുട്ടിയോട് ഉസ്താദ് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്നൊരു പരീക്ഷയ്ക്ക് വിധേയമാക്കും. ആ പരീക്ഷയിൽ നീ ജയിച്ചാൽ ഉറപ്പാ ഇസ്മുല്ലാഹ് അങ്ങ് തരും. ശരി,
നീ ഇന്ന് ഈ നാട് വിട്ട് പുറത്തു പോകണം, ഈ നാടിന്റെ പുറത്തു പോകണം. പുറത്തു പോയി നീ അവിടെ എത്തുമ്പോൾ ഒരു സംഭവം കാണും. ആ സംഭവം കണ്ടാൽ ഉടനെ തിരിച്ചു വരണം. അല്ലാഹ്, ഇന്ന് ഇസ്മില്ലാതെ കിട്ടുന്ന ദിവസമാണ്. കുട്ടി പോയി നാടിന്റെ പുറത്തെത്തിയപ്പോൾ ഒരു വലിയ സംഭവം കാണുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ ഉന്തുവണ്ടിയിൽ, കാളവണ്ടിയിൽ ഒരുപാട് വിറക് വെട്ടിയിട്ട് കെട്ടുകെട്ടാക്കിയിട്ട് അയാൾ ജീവിതമാർഗം അതാണ്, ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങാടിയിലേക്ക് ഏകദേശം കുറച്ച് എത്താനുള്ള അപ്പോഴേക്ക് വലിയ ഒരു മനുഷ്യൻ വന്ന് ഇയാളെ ബ്ലോക്ക് ഇട്ടു, വണ്ടി തടഞ്ഞു വെച്ചു. ആ കെട്ട് മുഴുവനും അയാളെ വണ്ടിയിലേക്ക് തിരിച്ചു വെച്ച് അയാൾ വാഹനം കൊണ്ട് വിട്ടു. ഈ പാവപ്പെട്ട മനുഷ്യൻ ഹലാലായ ജീവിതമാർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ കെട്ടുകളിൽ നിന്നൊരു കെട്ട് പോലും കൊടുക്കാതെ മുഴുവൻ കെട്ടുകളും എടുത്തിട്ട് അയാളങ്ങ് പോയി. ഈ സംഭവം കണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ തിരിച്ചു വന്നു. ഉസ്താദ് ചോദിച്ചു, മോനെ സംഭവം കണ്ടോ? കണ്ടു കഴിഞ്ഞു. എങ്ങനെയാ നിനക്ക് ആ സമയത്ത് എന്തൊക്കെയാ നിന്റെ മനസ്സിൽ വന്ന വിചാരം എന്ന് പറയൂ. നിനക്ക് ഇസ്മുൽ ആലം ഉണ്ട് എന്ന് നീ കരുതിക്കോ. നിന്റെ വിറക് കെട്ടാണ് ഒരു അധർമ്മിയായ മനുഷ്യൻ വന്ന് നിന്നെ പിടിച്ചു കെട്ടിയിട്ട് ഓരോ കെട്ടും എടുത്ത് അയാളെ വാഹനത്തിലേക്ക് അങ്ങ് കയറ്റിയിട്ട് അയാൾ അങ്ങ് പറന്നാൽ നിന്റെ ധാരണ എന്തായിരിക്കും? നിന്റെ സമീപനം എന്തായിരിക്കും? നിന്റെ വക്കൽ അല്ലാഹു ഇസ്മുൽ ആലം തന്നിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ആ മുത്താലിബ്, ആ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ വക്കൽ അപ്പോഴെങ്ങാനും ഇസ്മുൽ ആലം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാനങ്ങ് ദ്വാരന്നിട്ട് അയാളങ്ങ് തരിപ്പണാക്കുന്നു. ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഇസ്മുൽ ആലം തരാനായിട്ടില്ല. മനസ്സിലാകണ്ടോ? ഇസ്മുൽ ആലം തരാനായിട്ടില്ല മോനെ. അതെന്താ ഉസ്താദേ? അയാൾ എന്നോട് ചെയ്യുന്ന ദുൽമല്ലേ, പിന്നെ ഞാൻ ആൾക്കാർ എന്നിട്ട് എന്താ കുഴപ്പം? ഒരു കാര്യം കേൾക്കണോ നിനക്ക്? നീ ആ വാഹനത്തിൽ ആ ഒരു കണ്ട പാവപ്പെട്ടൊരു മനുഷ്യനില്ലേ, കുറെ വിറക് കിട്ട അയാൾ മറ്റേ എടുത്തുകൊണ്ടില്ല, ആ തടിച്ച മനുഷ്യൻ കൊണ്ടുപോയില്ലേ? അപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ നിൽക്കുന്ന കണ്ടോ? അയാളാണ് എനിക്ക് ഇസ്മുൽ ആലം തന്ന മഹാൻ, എന്റെ ഗുരുനാഥനാണത്. ആ ടൈമിൽ അയാൾ എന്താ പറഞ്ഞത് എന്നറിയോ? അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു. എന്റെ കാരണം കൊണ്ട് അയാളെ ശിക്ഷിക്കല്ലേ അല്ലാ, പുറത്തു കൊടുക്കുക അല്ലാ, മാപ്പ് കൊടുക്കുക അല്ലാ. തരാനായിട്ടില്ല മോനെ, കുറച്ചുകൂടി അധ്വാനിച്ച് ഒക്കെ പാകപ്പെടുത്തി ഇവിടെ തന്നെ കഴിയണം. അത്ര വേഗം കിട്ടാനുള്ളതല്ലത്, നല്ലോണം അധ്വാനിക്കണം. എന്താണ് അധ്വാനിച്ച് ഉണ്ടാക്കേണ്ടത്? എന്താണ്? തടിയും ശരീരവും അല്ല, മനസ്സ് പാകപ്പെടുത്തണം. എന്നാൽ അങ്ങ് തരും. ഇവിടെയാണ് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് കിട്ടേണ്ടത്.